ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള തിടുക്കത്തിലാണ് ഇപ്പോൾ ട്രംപ് എന്ന് പറയാം. അവിടെ ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഗാസയിലെ ജനങ്ങൾ എങ്ങോട്ട് പോകും? അവിടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഗാസ ഇനി എങ്ങനെയായിരിക്കും? ഇസ്രായേലിന് നൽകില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇത്തരം ഒരുപാട് ചോദ്യങ്ങളാണ് ലോകമെമ്പാടുമുള്ള ഫലസ്തീൻ സപ്പോർട്ടുകേഴ്സ് ഇപ്പോൾ ചോദിക്കുന്നത്. ഗാസയിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് നഗരം പിടിച്ചെടുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപന ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്ന് അക്ഷരാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെ പറയാനും സാധിക്കും. ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നാണ് പലരും ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഗാസ പിടിച്ചെടുത്ത് അവിടം ഒരു കടൽത്താര സുഖവാസ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഈ പ്രഖ്യാപനം ചരിത്രം തിരുത്തിക്കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പിന്തുണ തന്നെയാണ് എല്ലാവരും സംശയിപ്പിച്ചിരിക്കുന്നത്. ഗാസ പിടിച്ചെടുത്ത് ഗാസയിലെ ആളുകൾക്ക് നല്ലതുപോലെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ച് ഇസ്രായേലിന്റെ കയ്യിൽ കൊടുക്കാനാണോ നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റു ചിലർ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലും നെതന്യാഹുവും കരുതുമ്പോൾ ട്രംപ് ഗസയെ രക്ഷിക്കാനാണ് നോക്കുന്നതെന്നും ഇസ്രായേൽ അതോടെ രണ്ടായി പിളർന്നു വീഴുമെന്നും പറയുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ട്രംപിന്റെ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തത്. ഇസ്രായേലിന് ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സുഹൃത്താണ് ട്രംപ് എന്നും എല്ലാവരും ശ്രദ്ധ നൽകേണ്ട ഒരു ആശയമാണ് ട്രംപ് മുന്നോട്ട് വച്ചതെന്നും നെതന്യാഹു വ്യക്തമാക്കി.